ലിവറിനെ തീപിടിക്കുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ആവശ്യമായ അവയവങ്ങളിൽ ഉൾപ്പെട്ടത് തന്നെയാണ് കരളും. അസുഖം കരളിനെ ബാധിക്കുമ്പോൾ ആടിൻ്റെ കരൾ വാങ്ങിക്കഴിക്കുന്നതും പശുവിൻ്റെ കരൾ വാങ്ങിക്കഴിക്കുന്നതും സർവ്വസാധാരണയാണ്. ഈ അസുഖം നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയുന്നത് തന്നെ അതിൻ്റെ ഡാമേജ് പരിപൂർണതയിലേക്ക് കുതിക്കുമ്പോൾ മാത്രമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടത് പ്രാർത്ഥനയും മരുന്നും തന്നെയാണ്. പ്രാർത്ഥനയ്ക്കും മരുന്നിനും പല സ്റ്റേജുകളുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് വിവരിക്കുന്നതിന് കുറച്ചധികം കാര്യങ്ങൾ വേറെയും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ അവയവങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അറിവോടുകൂടി അല്ല. നാം ശ്വസിക്കുന്നത്, നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നത്, കിഡ്നി വർക്ക് ചെയ്യുന്നത് എന്നിവയൊക്കെ ആയതിൻ്റെ പ്രവൃത്തി ആരോ നിയന്ത്രിക്കുന്നത് കൊണ്ടാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ആമാശയത്തിലും കുടലുകളിലും എത്തിച്ചേരുന്ന ആഹാരപദാർത്ഥങ്ങൾ വെറുതെ നിവർന്നു നിൽക്കുന്നതുകൊണ്ട് താഴോട്ട് എത്തിച്ചേരുകയല്ല. അതിനെയും നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്. നാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപുള്ള ആൾ തന്നെയായി പരിണമിക്കുന്നതും എല്ലാം സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ വിശദീകരിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടറിലെ റാം മെമ്മറിയും റോം മെമ്മറിയും. ഈ റാം മെമ്മറിയാണ് അതിന് കൊടുക്കുന്ന ഓരോ പ്രോഗ്രാമുകളെയും റൺ ചെയ്യിക്കുന്നത്. നാം പ്രാർത്ഥനയിൽ ചെയ്യേണ്ടത് നമ്മുടെ തലച്ചോറിൽ കരളിനെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമിനെ റീസെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ വിചാരങ്ങളെ ബ്രെയിനിലേക്ക് എത്തിച്ച് കരളിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെ അതിൻ്റെ പ്രവൃത്തി റീചെക്ക് ചെയ്യാനായി കമാൻഡ് കൊടുക്കുകയാണ്. നമ്മുടെ കാര്യത്തിൽ ഈ റാം മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ചിന്തകളാണ്. വിചാരങ്ങളെ അതിൻ്റെ കേന്ദ്രബിന്ദുവിൽ പിടിച്ചു നിർത്തുന്നത് നല്ല ശ്രമകരമായ ഒന്നാണ്. നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ മോസ്കുകളിലോ പ്രാർത്ഥന വായിക്കൊണ്ട് ഉരുവിടുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ പല കാര്യങ്ങളിലും പറന്നെത്തി തിരിച്ചു വരുന്നത് അനുഭവിക്കാത്തവർ ആരും തന്നെ കാണുകയില്ല. നമ്മുടെ ചിന്തകൾ സഞ്ചരിക്കുന്ന വേഗം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് അദൃശ്യമാണ്. വേഗം അപാരമാണ്. ഈ ചിന്തയെയാണ് കേന്ദ്രബിന്ദുവിലെത്തിച്ച് നമ്മുടെ തന്നെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെടേണ്ടത്. പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും അതിനെ ക്ലീൻ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലാക്കുന്നതിന് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് കരളിനെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ സെല്ലിനെ കമാൻഡ് കൊടുപ്പിക്കേണ്ടത്. ഒരേ സമയം ഒരൊറ്റ നിർദ്ദേശം മാത്രമേ കേന്ദ്രബിന്ദുവിലേക്ക് കൊടുക്കാവൂ. എല്ലാ അസുഖങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡുകൾ ഒന്നിച്ചു കൊടുക്കാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല. അത് അസാമാന്യ കൺട്രോളുള്ള യോഗികൾക്കും ധ്യാന ഗുരുക്കൾക്കും മാത്രമേ അല്പമെങ്കിലും കഴിയൂ. ഇനി മരുന്നിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. പുരാതന കാലം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം. അത് ഉണ്ടാകാൻ പല കാരണങ്ങൾ ഉണ്ടെങ്കിലും ചികിത്സിക്കുന്നത് കീഴടനെല്ലി എന്ന ഔഷധ ഗുണമുള്ള ചെടിയുടെ ഇലകളെ പാലിലരച്ച് ഒരാഴ്ച എല്ലാ ദിവസവും കഴിച്ചാണ്. മഞ്ഞപ്പിത്തം അഥവാ കാമാല ഉള്ളപ്പോൾ ചെറിയ അളവിൽ പോലും ചാരായം കുടിച്ചാൽ അത് മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. കീഴാടനെല്ലി എന്ന ഈ ചെറിയ ചെടിയെ തിരിച്ചറിയുന്നതിനായി അതിൻ്റെ ഫോട്ടോ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ ചെറിയ ഇലകൾക്ക് താഴെയായി മണൽത്തരി പോലെ ചെറിയ വിത്തുകൾ കാണാം. ഈ ചെടികൾ തന്നെ പച്ച നിറത്തിലും ഇളം ചുമപ്പ് നിറത്തിലും ഉണ്ട്. പച്ച നിറത്തിലുള്ളവയാണ് നല്ലതരം ചെടികൾ. കീഴാടനെല്ലിയുടെ 4 തണ്ടുകൾ അതോടൊന്നിച്ചുള്ള ഇലകളും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ അല്പനേരം തിളപ്പിച്ച് ആ വെള്ളം മാത്രം അരിച്ചെടുത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് ഉള്ള രോഗത്തെ പിടിച്ചു നിർത്താൻ ഉത്തമമാണ്. ആയുർവേദ ഡോക്ടർമാർക്കും ഇക്കാര്യത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ തരുവാൻ കഴിയും.